കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ 1 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ അനിശ്ചിതമായി വൈകുന്ന ഈ സാഹചര്യത്തിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ അർജുന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ല എങ്കിൽ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറയുന്നത്. ഇനിയും ഈ അനാസ്ഥ കണ്ടു നിൽക്കാനാവില്ല. 2 നോട്ടിന്റെയും 3 നോട്ടിന്റെയും കാരണം പറഞ്ഞ് തിരച്ചിൽ വൈകിപ്പിക്കുകയാണവർ. അതുകൊണ്ട് തന്നെ ഇനിയും തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെ കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനമെന്നും ജിതിൻ വ്യക്തമാക്കി. അതേസമയം ഇപ്പോൾ പ്രദേശത്ത് 12 അടിയോളം വെള്ളം താഴ്ന്നിട്ടുണ്ടെന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. മനാഫ് ഇപ്പോൾ ഷിരൂരിൽ തന്നെയാണുള്ളത്. എന്നാൽ ഇതുവരെയും പുഴയിൽ തിരച്ചിൽ നടത്താനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കളക്ടറെ കണ്ടപ്പോൾ അടിയൊഴുക്ക് കുറഞ്ഞിട്ടില്ലെന്നും അത് കുറയുന്ന പക്ഷം തിരച്ചിലിനെക്കുറിച്ച് ആലോചിക്കുമെന്നുമാണ് പറഞ്ഞതെന്നും മനാഫ് പറയുന്നു. എന്നാൽ ഇപ്പോൾ അടിയൊഴുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തെളിയിക്കുന്ന രേഖയുമായി ഇവിടേക്ക് എത്താനാണ് കളക്ടർ നിർദ്ദേശിച്ചത്. ഇതുകൂടാതെ ഇനി അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചാൽ 5 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തുവെന്നും മനാഫ് പറയുന്നു. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അർജുന്റെ ശരീരം കിട്ടാത്തതുകൊണ്ട് തന്നെ ആ പണം ലഭിക്കുകയുമില്ല. എന്നാൽ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ 5 ലക്ഷം രൂപ തരാമെന്നാണ് അധികൃതർ പറഞ്ഞതെന്നും മനാഫ് പറയുന്നു. എന്നാൽ അർജുൻ ജീവനോടെയുണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപയും സ്ഥലം സന്ദർശിച്ച് സുഖമായി ഇവിടെ ഇറങ്ങി തിരച്ചിൽ നടത്താമെന്ന് അറിയിച്ചതായിരുന്നു. പക്ഷേ ഭരണകൂടം അതിനും തങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്താതെ അവിടെ നിന്നും തിരികെ പോരില്ല എന്ന് തന്നെയാണ് മനാഫ് ഉറപ്പിച്ചു പറയുന്നത്. 5 ലക്ഷം രൂപ കൊടുത്ത ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന കർണാടക സർക്കാരിന്റെ ഈ ശ്രമം അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നൽകുന്ന ഒന്നു തന്നെയാണ്.